Hi, good evening. This is Jacqueline over here. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ടെൻസൈൽ മാനേജ്മെൻറ്റ് എന്താണെന്നും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിലാക്കും നിങ്ങളുടെ മുൻപിൽ. ആ ഒരു ടെൻസൈൽ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക് ഞാൻ കൊണ്ടുവരും എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ടൈം കിട്ടി, കാരണം എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞാനത് നല്ല പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ടൈം ലൈനിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ടെൻസൈൽ മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള, അതായത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള ഭാഷയിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മലയാളം വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ കോമൻസിലൊന്ന് ടൈപ്പ് ചെയ്യുക, മലയാളം എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി, ഞാനത് മലയാളത്തിൽ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ടെൻസൈൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ ബേസ്ഡാണ് ടെൻസൈൽ മാനേജ്മെൻറ്റ് വരുന്നത്. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ കാണുന്നു, അതൊരു ആസ്ബസ്റ്റോസ് റൂഫ് മാനേജ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ റെസിഡൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന എയർപോർട്ട്സിലൊക്കെ വൈറ്റ് കളറിലെ ഒരു ആർച്ച് മാതിരി നമ്മൾ കാണത്തില്ലേ, അതാണ് ടെൻസൈൽ മാനേജ്മെൻറ്റ്, ടെൻസൈൽ റൂഫിംഗ് ഷീറ്റ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഈ വൈറ്റ് കളറിലെ ടെൻസൈൽ റൂഫിംഗ് മെത്തേഡ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. വലിയ വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന തൊട്ട് നമുക്ക് അത്യാവശ്യം കോംപ്ലക്സുകളിൽ ഇവിടെയൊക്കെ നമുക്ക് ടെൻസൈൽ മാനേജ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്, ടെൻസൈൽ റൂഫിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾക്ക് ആർക്കെങ്കിലും ഈ ടെൻസൈൽ റൂഫിംഗ് മാനേജ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊളാബ് ചെയ്ത ഒരു കൺസ്ട്രക്ഷൻ ഫേം, അതായത് പെർഫെക്റ്റ് എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻസ്, അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ സന്തോഷ് ആൻ്റണിയാണ്. പുള്ളിയുടെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴേക്ക് ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉള്ളവർ എന്നെ വിളിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയായിട്ട് കൊളാബ് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം എന്നെയാണ് ആദ്യമേ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളിയായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എന്താ പറയണ്ടേ, എൻ്റെ ഓഫ് അവേഴ്സിൽ ഞാൻ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഫ്രീലാൻസിങ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു നോൺ രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പ് ആണ്, ജെ സ്ട്രാറ്റജീസ്, ജാക്ലിൻ ജമീല സ്ട്രാറ്റജീസ്. അതിനകത്ത് ഞാൻ ഈ പറയുന്ന ടെൻസൈലിൻ്റെ റൂഫ് മാനേജ്മെൻറ്റിൻ്റെ പിന്നെ അതുപോലെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു എന്താ പറയേണ്ടത്, ചില ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ്. ഇപ്പോൾ ഗൂഗിളിൽ റിവ്യൂസൊക്കെ കാണുന്നുണ്ടെങ്കിലും പേഴ്സണലി ഇപ്പം നമ്മൾ ഇന്ന ആൾ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന ആളുടെ വർക്ക് നല്ലതാണ്, ഇന്ന ആളെ നമുക്ക് റിലയബിളായിട്ട് നമുക്ക് തേടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൺസൾട്ടൻറ്റ്, ആസ് എ ഫ്രീലാൻസിങ് കൺസൾട്ടൻറ്റ് ഡ്യൂറിങ് മൈ ഓഫ് അവേഴ്സ് ഞാൻ മൺഡേ ടു സാറ്റർഡേ 10 to 6 ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചോളൂ, ഞാനത് 6 o'clock ശേഷം ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കും എന്ന മനോഭാവത്തോടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുഡ് നൈറ്റ്.